ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. M4 ടെക്കിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പം എൻ്റെ കൂടെ മോനും ഉണ്ട്. മോനൊന്ന് പരിചയപ്പെടുത്തിക്കോ. ഒന്ന് പേര് പറഞ്ഞ മോനെ. മുഹമ്മദ് ഫർഹാൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അല്ലമീനാണ് എൻ്റെ സ്കൂൾ. കേട്ടല്ല? അപ്പോൾ ഇനി വഴിയെ ഫാമിലിനൊക്കെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മൾ M4 ടെക്കിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ തന്നെ ആ പുള്ളിക്കാരൻ ഫോണിലൊന്നും ബന്ധപ്പെട്ടില്ല. നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അടുത്ത് കണ്ടതാണ് M4 ടെക്കിൻ്റെ 5 മില്യൺ സബ്സ്ക്രൈബറിൻ്റെ ആഘോഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ പോയി കാണാമെന്നത് ആഗ്രഹം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോകാം, നമുക്ക് അവിടെയൊക്കെ ഒന്ന് കാണാം. പൊയ്യാന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി പോകാനുണ്ട് M4 ടെക്കിൻ്റെ വീട്. അപ്പം നമ്മൾ അവിടെ എത്താറാകുമ്പോൾ അവിടുത്തെ അടുത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ M4 ടെക്കിൻ്റെ വീട്ടിലേക്ക് പോകണ വഴിയുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ അതെ, നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. മോനുള്ളിലിരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല, നോക്കിയാൽ നല്ല അടിപൊളി സീനറി. എന്തെടുക്കുന്നുണ്ട് നോക്കട്ടെ മോൻ. ഉറങ്ങണോ? ഉറങ്ങണില്ല അല്ലേ? നമുക്ക് പോയാലോ? കുറച്ചടുത്ത് തന്നെ M4 ടെക്കിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഫോണൊന്നും ചെയ്തിട്ടില്ല. ഫോണൊന്നും ചെയ്യാതെ നേരെ ആളെ വീട്ടിൽ പോണ്. കാരണം മോൻക്ക് പുള്ളിനൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. മോൻക്ക് മാത്രമല്ല കേട്ടാ, എനിക്കും ആഗ്രഹമുണ്ട്. വേറെ ഒന്നല്ല, 5 മില്യൺ സബ്സ്ക്രൈബർ ആയപ്പോൾ എനിക്കൊരാഗ്രഹമായി പുള്ളിനെ കാണണമെന്ന്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഇതിന് മുന്നേ അമ്മ ഇവിടെ 2 പ്രാവശ്യം വന്നിരുന്നു. പുള്ളിനെ കാണാൻ പറ്റില്ല 2 പ്രാവശ്യം വന്നപ്പോഴേ. കാരണം പുള്ളി എവിടെ ഷൂട്ടിങ്ങിന്, ഒരു പ്രാവശ്യം ഷൂട്ടിങ്ങിനായിട്ട് പോയെന്ന് പറഞ്ഞ്. പിന്നെ അത് കൂടാതെ യൂട്യൂബേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു എറണാകുളത്ത്. അപ്പോൾ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിഷയം കാരണം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് M4 ടെക്കിനെ കാണാൻ പോകണം കേട്ടോ. 3ാമത്തെ പ്രാവശ്യം. ഇത് കാണുമെന്ന് നോക്കാം. കണ്ടിട്ടുള്ള ആ വീഡിയോ ഒക്കെ നമുക്ക് കാണാം അവിടെ നിന്നുള്ളത്. വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പുള്ളി അവിടെ ഉണ്ട്. ചേച്ചി വന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് പരിപാടി ഇപ്പൊ ഇവിടെ? ഇപ്പൊ വീഡിയോ ഷൂട്ടാണ്. കാലത്ത് നമുക്ക് ഈ ഒരു മോർണിംഗ് ലൈറ്റില് നല്ല വീഡിയോ കിട്ടും. ഓക്കെ, അപ്പൊ കാലത്ത് തന്നെ ഷൂട്ട് ചെയ്യും. നമുക്ക് കിട്ടുള്ളൂ. ഭയങ്കര ലൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടില്ല. അപ്പൊ ഈ ഒരു സമയം പരമാവധി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ആ ഒരു ഗോൾഡൻ അവേഴ്സ് ആണ് ഇത്. ശരിക്കും ഗോൾഡൻ അവേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇന്ന് ഇച്ചിരി മൂടി കെട്ടിയില്ല. അപ്പൊ നമ്മളെ ഹാരിസ് ഖാനായിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞിട്ടാ. ഹാരിസ് സമീറിനായിട്ടുള്ള വീഡിയോ കഴിഞ്ഞു. പിന്നെ പുള്ളിയുടെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സിനൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ എന്താണ് ഇപ്പൊ ഇന്ന് ഉണ്ടാക്കണത്? ഇന്ന് നമ്മള് ഒരു മത്താപ്പൂവിന്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. പിന്നെ നമ്മുടെ വീട്ടിലെ താഴും കാര്യങ്ങളൊക്കെ എത്രത്തോളം സേഫ്റ്റി ഉണ്ട്, അതിന് ഇതും താഴും ഇതൊക്കെ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്. അങ്ങനെയാണ്, സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. എന്തായാലും ഈ ടെക്കും സാധനങ്ങളൊക്കെ ഭയങ്കര ഹിറ്റ് ആയിക്കുന്നു. കേരളത്തിൽ മുഴുവൻ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊച്ചു പിള്ളേർ വരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ജിയോബായുടെ പ്രായം എനിക്കറിയില്ല, എങ്കിലും ഈ പ്രായത്തിലുള്ള ആൾക്കാരെ കൊച്ചു പിള്ളേർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തൻ്റെ കഴിവ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ടെക് എന്താ പഠിച്ചത്? ഞാൻ ഇലക്ട്രോണിക്സ് ഡിപ്ലോമയാണ്, പോളിടെക്നിക് ഡിപ്ലോമ. അത് കണ്ടറിയാം എന്തോ ടെക് പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. അതിന്റെ പേരിലാണ് ടെക്നിക്കൽ പരമായിട്ടുള്ള സാധനങ്ങൾ. ഞാൻ 2 ദിവസം മുന്നേ വന്ന് അമ്മനെ കണ്ട്. അമ്മ പറഞ്ഞ് അപ്പോൾ എവിടെ ഷൂട്ടിങ്ങിന് ആയിട്ടാണ്. നമ്മൾ പുറത്തെങ്കിലും പാട ഈ ഏരിയയിൽ കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാറില്ല. നമ്മൾ സെറ്റിലും മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം. ഓക്കെ. അപ്പോൾ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. ഇനിയും ഇപ്പോഴല്ല,
പിന്നീട് ഒന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇപ്പോഴല്ല, പിന്നീട് ഇത് മോനാണല്ലോ ഇത് മകനാണ് ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് കേട്ടാ. അപ്പൊ ഞാൻ വരുമ്പോ ഇൻട്രോ പറഞ്ഞതിൽ കാറിൽ വെച്ച് മോനൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പ്രേക്ഷകരെ, ആദ്യമായിട്ട് കാണിച്ചത് പ്രേക്ഷകരെ. അപ്പൊ ഞാൻ അടിപൊളി. അപ്പൊ ഇന്നാണ് പുള്ളിക്കാരനെ കാണിച്ചതല്ലേ, ഇനിയിപ്പോ അടുത്ത വീഡിയോയിലൊക്കെ നീ ഉണ്ടാവുമല്ലോ. അടുത്ത വീഡിയോയിലൊക്കെ ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഇടയ്ക്ക് കാണിക്കും. അപ്പൊ ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച് ഞങ്ങൾക്ക് വിലപ്പെട്ട സമയം തന്നതിന്. അപ്പോ എന്റെ ചാനലിന്റെ പേര് ഞാൻ വിട്ടു, സഫാരി വേൾഡ് ബൈ മുൻസാർ. സഫാരി വേൾഡ് ബൈ മുൻസാറിലെ മുൻസാർ ആണ്. അപ്പോൾ ഇക്കാണ് നമ്മളെ കാണാൻ വന്നത് കേട്ടോ. കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് തന്നേക്കുന്നത്. ഞാൻ നോക്കിയിട്ടില്ല. നമ്മുടെ 5 million സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നായിരുന്നു. വളരെയധികം സന്തോഷം. അപ്പോൾ ഇക്കയുടെ ചാനലിൽ കൂടെ എല്ലാവരെയും ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെയാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കാണാൻ പറ്റിയിട്ട് എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി കാണുമ്പോൾ ഏറ്റവും നല്ല നിലയിലെത്തി ഒരു ലെവലായിട്ട് കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കും. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ അമ്മേ M4 കണ്ട് തിരിച്ചു പോകണ്ട. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.